താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയാണ് മരണകാരണം. ഗോപിക ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഗോപിക, ഈ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നിർണായകമായ വിവരം പുറത്തുവരുന്നത്. എന്താണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? ശരിയിൽ നാലാം ക്ലാസ്സുകാരി മരിച്ചതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അന്ന് തന്നെ ഉയർന്നിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരമാണ് മരണകാരണമെന്നാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ പറയുന്നത് പ്രകാരം വൈറൽ ന്യൂമോണിയയാണ് മരണകാരണമെന്നതാണ്. ഇൻഫ്ലുവൻസ എ എന്ന അണുബാധ ബാധിച്ച് കുട്ടിക്ക് വൈറൽ ന്യൂമോണിയയായി മാറിയിരുന്നു. ഇതിനെ തുടർന്നാണ് കുട്ടി മരിച്ചത്. ഇത്തരത്തിലുള്ള താമരശ്ശേരിയിലെ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഈ അമീബിക് മസ്തിഷ്ക ജ്വരമല്ല കുട്ടിക്ക് രോഗമെന്നായിരുന്നു പിതാവിന്റെയും വാദം. ഇത് തെളിയിക്കുന്ന തെളിവാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും നിലവിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ താമരശ്ശേരി ഡോക്ടർക്ക് ഈ ആക്രമണം സംഭവിച്ച വാർത്തയെ തുടർന്ന് അപ്പോൾ തന്നെ DMO ആരോഗ്യ വകുപ്പിന് ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകിയെന്നുമുള്ള വാർത്തയൊക്കെ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. എന്നാൽ അത് തെറ്റാണെന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ദീന. ശരി ഗോപിക, താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് അല്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. ഇതേ കാരണം പറഞ്ഞായിരുന്നു പിതാവ് ഡോക്ടറെ ആക്രമിച്ചത്. വിശദാംശങ്ങളാണ് ഗോപിക നൽകിയത് കോഴിക്കോട് നിന്ന്.